Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ എൽബോഫിന്റെ സെക്കൻഡ് ലെവൽ കാണിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് സൺ വേൾഡ്. ആക്ച്വലി അവിടെയാണ് നമ്മുടെ ആൾക്കാർ ട്രാവൽ ചെയ്ത് വന്ന ആ ഒരു വലിയ ഗുഹ അതുള്ളത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് സേഫായി എത്തിയതിനു ശേഷം ആ ഒരു സൺ ഗാർഡ് റോഡോ അവനും പുറത്തേക്ക് ടെററായിട്ട് കടന്നു വരികയാണ്. അവൻ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഇപ്പം നാമിയെയും അതുപോലെ തന്നെ ചോപ്പറിനെയും മാത്രമേ കാണാനുള്ളൂ. അവരാണെങ്കിൽ റോഡോയെ കാണേണ്ട താമസം അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. റോഡോ ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ കൊടുത്ത് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ എവിടേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോവും. ചോപ്പറും നാമിയാണെങ്കിൽ ഉഷാറായിട്ട് ഓടുന്ന കണ്ട ആ ഒരു കിങ്കരനാണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികളാണ്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, വെറുതെ നിങ്ങൾ ഓടി കഷ്ടപ്പെടേണ്ട, നമുക്ക് നല്ല സുഹൃത്തുക്കളാവാം, നമുക്ക് കളിക്കാം. അതിന് നാമി എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ കളിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഓടിപ്പോയി ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കും. അവനാണെങ്കിൽ അവരുടെ പിന്നാലെ ഓടി വരികയാണ്. ആക്ച്വലി നമ്മുടെ ആൾക്കാർ വലിയൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് അവനെ കാത്തു നിൽക്കുക. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഒരു ട്രാപ്പ് കാണിക്കും. സാഞ്ചിയും സോറോയും അവർ രണ്ടുപേരും ആ ട്രാപ്പിന് പിന്നിൽ അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ റോഡോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ചോപ്പറും നാമിയും അനങ്ങാതെ അവൻ്റെ മുൻപിൽ അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെനിക്ക് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്കിപ്പോൾ കിട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ചാടി വീഴും. അടുത്ത നിമിഷം സോറോ ആണെങ്കിൽ വലിയൊരു മരത്തിൽ ആഞ്ഞു വെട്ടും. സാഞ്ചി ആണെങ്കിൽ ആ മരത്തിലെ കിക്ക് ചെയ്യാണ്. അതവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവൻ്റെ കയ്യിലേക്ക് അങ്ങനെ അടിച്ചു വീഴും. അവൻ്റെ കയ്യിൽ മരം വന്ന് വീണ് അവൻ വേദന കൊണ്ട് അലറും. നാമിയാണെങ്കിൽ റോഡോയെ നോക്കി കാർക്കിച്ച് തുപ്പും. ഒരു പട്ടിയെ കൊണ്ടോ പൂച്ചയെ കൊണ്ടോ പോലും രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ഈ ട്രാപ്പ് അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിൽ വന്ന് ഇവൻ കറക്റ്റായിട്ട് വീണു. ഈ ജയൻസ് ഇത്രയും വലിയ മണ്ടന്മാരാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞെന്ന് പറയും. ഉസോപ്പിനാണെങ്കിൽ വല്ലാത്ത ഭയം തോന്നും, കാരണം അവന് ജയൻസുമായിട്ട് ഒരു ഫ്രണ്ട്ലി ലീഡിൽ പോകാനാണ് ഏറെ ഇഷ്ടം. പക്ഷേ ഇപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് സംഭവിച്ച ജയൻസ് അവർക്കെതിരായി തിരിയുമോ എന്നുള്ള ഭയം അതവന് നല്ലതുപോലെ ഉണ്ട്. സോ ആ കാര്യം സോറോയോടും സാഞ്ചിയോടും പറയും. അതിന് സോറോ ആണെങ്കിൽ ഉസോപ്പിനോട് പറയും, നമ്മളാരും അവന് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല, മരം താനെ കടപുഴകി വീണപ്പോൾ അവൻ അതിൻ്റെ അടിയിൽ പെട്ടുപോയി, ഇതിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയും. അത് കേട്ട് ആ ഒരു റോഡോ ആണെങ്കിൽ ഈ പൂച്ചത്തിൽ നിലവിളിച്ച് നമ്മുടെ ആൾക്കാരെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും. ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും എൽബോഫ് മുഴുവനായിട്ട് ചുറ്റിക്കണ്ട് അത് ആസ്വദിച്ച് ബാക്കിയുള്ള ടീംമേറ്റ്സിനെ കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ അവിടുന്ന് പോകാനായിട്ട് പുറപ്പെടുന്ന അതേ നിമിഷം ആ ഒരു ചുണ്ടരി പെണ്ണും ഉണ്ടപ്പൻ ജയന്റും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി വരികയാണ്. അവിടേക്ക് വന്ന ആ ജയന്റ് പെൺകുട്ടിയും ആ ഉണ്ടപ്പനും അവർ രണ്ടുപേരും നല്ലവരാണ്. പക്ഷെ റോഡോ ആണെങ്കിൽ വിളിച്ചു പറയും, അവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്, ഉറപ്പായാലും നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ അവർ റാപ്പ് ചെയ്യും. അത് കേട്ട് ഇപ്പോൾ ഉസോപ്പ് ആണെങ്കിൽ ഭയന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങും. സോറോയും സാഞ്ചിയും ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരെ തേടി ലൂഫിയായിട്ടാണ് അവിടേക്ക് വന്നതെന്നുള്ള സത്യം അവർക്കറിയില്ല. അവിടേക്ക് വന്ന അവർ രണ്ടുപേരും അവരുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻ ഉപയോഗിച്ച് ആ റോഡോടെ നിതംബത്തിന് തന്നെ ആഞ്ഞടിക്കും. യു ആർ അൺബിലീവബിൾ, നിനക്കിതുവരെ ഇതൊന്നും നിർത്താനായിട്ടില്ലേ ചോദിക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അവരുടെ രണ്ടുപേരുടെ അടിയിൽ അവനങ്ങനെ തെറിച്ച് പോവാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. സാഞ്ചിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടാവും. ഉടനെ അവനാണെങ്കിൽ ആ ജയൻ ലേഡിയെ വിളിക്കുകയാണ്, വായു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി, നീ എൻ്റെ സ്വത്ത് പെണ്ണല്ലേ. മറ്റൊരു ഭാഗത്ത് സോറോ ആണെങ്കിൽ ഇപ്പോൾ ഉസോപ്പിനോട് പറയും, നീ അത് കണ്ടില്ലേ, ആ മരം തെറിച്ചു പോയി, സോ നമ്മൾ ചെയ്ത കാര്യത്തിന് ഇപ്പൊ യാതൊരു തെളിവുമില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഉസോപ്പിന് അല്പ സമാധാനം. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ആ ചുന്ദരി പെണ്ണിന്റെ ഷോൾഡറിൽ ലൂഫിയെ കാണുക. അവനെ കാണേണ്ട താമസം അവർക്ക് ഭയങ്കര സന്തോഷം. ലൂഫി ആണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനെ കണ്ട് തുള്ളിച്ചാടും. മറ്റൊരു ഭാഗത്ത് ആ ഉണ്ടപ്പൻ ജയന്റിന്റെ കയ്യിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലും ഉണ്ട്. ആ ജയന്റ് ലേഡി ആണെങ്കിൽ ഇപ്പൊ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ സ്ട്രോ ഹാറ്റ് ടീമല്ലേ, ഞങ്ങൾ ഹൈറുദ്ദീൻ ടീമിലെ മെമ്പേഴ്സാണ്, നിങ്ങൾക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസിന് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ പറയാണ്. ഇനി നിങ്ങളുടെ വഴി തെളിയിക്കാനും കൃത്യമായ സ്ഥലത്തെത്തിക്കാനും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അത് കേട്ട് സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നാമിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, സത്യത്തിൽ ഇവിടെ എന്താ നടക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവൾ പറയും. അത് കേട്ട് ആ ജയന്റ് ലേഡി പറയും, അവൻ നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞങ്ങൾ അവനോട് പ്രതികാരം ചെയ്യും. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഉസോപ്പിന്റെ അടുത്തേക്ക് വരും. കപ്പട മീശക്കാര, ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ എൽബോ വില്ലേജ്, നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോവാന്ന് പറയും. അത് കേട്ട് ചോപ്പറും അവരോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഉടനെ ചുന്ദരി പെണ്ണാണെങ്കിൽ വിളിച്ചു പറയും, അതുവഴിയല്ല,
ഈ കാണുന്ന വഴിയിലൂടെ പോവുകയാണെങ്കിൽ അല്പം കൂടെ നേരത്തെ സ്പീഡിൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ കഴിയും. അത് കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ആ വഴിയെ വളരെ വേഗത്തിൽ പോവുകയാണ്. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. നേരെ പോവുകയാണെങ്കിൽ വലിയ കാട്, അത് കഴിഞ്ഞ ക്ലൗഡ്, പിന്നീടാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന എൽബോഫിലെ ആ വലിയ വില്ലേജ് അത് വരുന്നത്. നിങ്ങൾ വെറുതെ നടന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് 3 പേരെ അവളെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ നടന്നു പോകും. അങ്ങനെ അവരെല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു വിധത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ക്ലൗഡ്. ഉസോപ്പിനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയം തോന്നും. കാരണം ആ ക്ലൗഡിലൂടെ എങ്ങനെ കടന്നു പോകും? ഇൻ കേസ് താഴേക്ക് വീണ വലിയ അപകടം സംഭവിക്കില്ലേ? പക്ഷെ ലൂഫിക്ക് നന്നായിട്ടറിയാം ആ പെൺകുട്ടി പറഞ്ഞത് ആ ഒരു ക്ലൗഡിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ്. യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവർ 2 പേരെ അങ്ങനെ ചുരുട്ടിയെടുത്ത് ആ ക്ലൗഡിന്റെ മുകളിലേക്ക് എടുത്ത് ചാടുകയാണ്. അവരാണെങ്കിൽ അല്പവും താഴേക്ക് പോകുമ്പോൾ ഒന്ന് ജെർക്കാവും. പക്ഷെ പിന്നീട് അവർ ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ചുറ്റും നോക്കും. ക്ലൗഡുകൾക്കിടയിൽ അവരങ്ങനെ നിൽക്കുകയാണ്. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച. അവരങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു വരുന്ന അതേ സമയം തന്നെ ഇവിടെ റെയിൻബോയിലൂടെ കപ്പലിൽ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും ആ ക്ലൗഡൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ ബ്രോഹി ആണെങ്കിൽ അവരോട് പറയും, ഈ ക്ലൗഡ് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച നമ്മുടെ എൽബോഫ് വില്ലേജ് ആണ്. അവിടെ നിങ്ങളെ കാത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയും. എൽബോഫിലുള്ളത് 3 ലെവലാണ്. ആസ്ട്രോ വേൾഡ്, സൺ വേൾഡ്, അതുപോലെ തന്നെ ആ ഒരു അണ്ടർഗ്രൗണ്ട്. ഇവരിപ്പോൾ ഉള്ളത് ആ സൺ ഗ്രൗണ്ടിലാണ്. അതുകൊണ്ടാണ് അവിടേക്കിപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശവും നല്ലൊരു ക്ലൈമറ്റൊക്കെ അവർക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ തന്നെ കഴിയുന്നത്. അതിന്റെ താഴെയുള്ള മഞ്ഞു മൂടിയ ആ ഒരു ഇരുട്ടറയിലാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ എൽബോഫ് വില്ലേജ് കാണാനുള്ള ആർജവത്തിൽ മുൻപോട്ടേക്ക് അങ്ങനെ ചാടി ഓടുകയാണ്. അടുത്ത നിമിഷം ഉസോപ്പാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തു പറ്റിയെന്ന് ലൂഫി ആണെങ്കിൽ അവനോട് ചോദിക്കും. അവനാണെങ്കിൽ പൊട്ടിക്കരയും. എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇപ്പൊ സാധിക്കാൻ പോകുന്നത്. അത് കേട്ട് ലൂഫിയും ചോപ്പറും ആണെങ്കിൽ ചിരിക്കുകയാണ്. അവരാണെങ്കിൽ വീണ്ടും ഹാപ്പി ആയിട്ട് മുൻപോട്ടേക്ക് കുതിക്കും. ഇവിടെ കപ്പലിൽ വന്ന നമ്മുടെ ആൾക്കാരും ഓൾമോസ്റ്റ് എൽബോഫ് വില്ലേജിന്റെ അടുത്തെത്തി. ജയൻസ് ആണെങ്കിൽ എൽബോഫ് വില്ലേജിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ഓടിക്കൊണ്ടിരുന്ന ലൂഫി ആൻഡ് ടീമും വില്ലേജിനടുത്ത് എത്തിക്കഴിഞ്ഞു. അവരാണെങ്കിൽ ആ വില്ലേജ് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഒരു വിന്റേജ് വില്ലേജ് പോലെയായിരിക്കും അവർക്ക് അവിടെ കാണുമ്പോൾ തോന്നുക. വലിയ വലിയ മരങ്ങളൊക്കെ വെട്ടി മരത്തിന്റെ മുകളിലൊക്കെ ജയന്റ് വീടുകൾ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. ആ ജയന്റ് വില്ലേജ്, ആ ഒരു വാർലാൻഡ്, അത് കണ്ട് ഉസോപ്പ് ആണെങ്കിൽ കരയാണ്. ലൂഫി ആണെങ്കിൽ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ കപ്പലിൽ വന്ന റോബിൻ ആൻഡ് ടീമും ഇപ്പോൾ ആ ഒരു ഐലാൻഡിന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ജയൻസ് ആണെങ്കിൽ അവരോട് പറയും, ഇവിടെ കാണാൻ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാം കുറച്ച് വലുതായിരിക്കും. ഇവിടേക്ക് വൺസ് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരികെ പോകാൻ പോലും മനസ്സ് വരില്ല. കപ്പലിലുള്ള ഫ്രാങ്കി ആണെങ്കിൽ ലൂഫിയെ കാണും. ഉടനെ അവനാണെങ്കിൽ ലൂഫിയെ വിളിക്കും. ഞങ്ങൾ ഒരുപാട് സമയമായി നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു, ഒരു വിധത്തിൽ നമ്മൾ കണ്ടുമുട്ടിയെന്ന് പറയും. അടുത്ത നിമിഷം ഉസോപ്പും ടീമും ആണെങ്കിൽ റെയിൻബോയിലൂടെ ട്രാവൽ ചെയ്ത് വരുന്ന നമ്മുടെ ആൾക്കാരെ കണ്ട് അത്ഭുതപ്പെട്ട് വായങ്ങനെ തുറന്നു നിൽക്കും. ഉടനെ ബ്രോഹിയും ആണെങ്കിൽ അവർക്ക് ഒരു ചെറിയ താക്കീത് കൊടുക്കുകയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഐലാൻഡിൽ ഭയപ്പെടാനുള്ള ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ലൂയിസ് അർണോൾട്ട്, അവന്റെ പേര് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇവിടെ ലൂഫി ആണെങ്കിൽ റെയിൻബോ ആ കപ്പലിലൂടെ വരുന്നത് കണ്ട് എനിക്കും അതുപോലെ ഒന്ന് ട്രാവൽ ചെയ്യണമെന്ന് പറയും. ഇനി അവിടെ നടക്കാൻ പോകുന്നത് വലിയൊരു യുദ്ധം തന്നെയാണ്. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.